വിവാഹേതര ബന്ധങ്ങളും ഇതിനെ തുടർന്നുണ്ടാവുന്ന കൊലപാതകങ്ങളുടെയും വാർത്തകളാണ് അനുദിനം പുറത്തുവരുന്നത്. ഭർതൃമതിയായ കാമുകിയുമായുള്ള ബന്ധത്തിന് തടസ്സം നിന്ന ഭർത്താവിനെ കാമുകൻ കണ്ണൂരിൽ വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ ദിവസമാണ്. യു.പിയിൽ നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് ഭാര്യ കൊന്നു കഷ്ണങ്ങളാക്കി വീപ്പയിൽ തള്ളിയ ഞെട്ടിക്കുന്ന വാർത്തയും, ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തി വന്ന യോഗാധ്യാപകനെ ഭർത്താവും കൂട്ടുകാരും ചേർന്ന് ജീവനോടെ കുഴിച്ചുമൂടിയ വാർത്ത രാജ്യതലസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നതും ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇനി പറയാൻ പോകുന്ന വിവാഹേതര ബന്ധവും അതോടനുബന്ധിച്ച് നടന്ന സംഭവവും. ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ വാർത്തയും. ഇവിടെ വിവാഹേതര ബന്ധം പുലർത്തി വന്ന ഭാര്യയെ വെട്ടിക്കൊല്ലാനോ കാമുകനെ വെടിവെച്ചു കൊല്ലാനോ ജീവനോടെ കുഴിച്ചുമൂടാനോ ഒന്നും ഭർത്താവ് കല്ലു തയ്യാറായില്ല. അതേസമയം കാമുകനുമായുള്ള ബന്ധം ഒഴിവാക്കി തനിക്കും 2 മക്കൾക്കുമൊപ്പം ജീവിക്കണമെന്ന് അദ്ദേഹം ഭാര്യ രാധികയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഭാര്യ തള്ളിയതോടെയാണ് കല്ലു ഏവരെയും അമ്പരപ്പിക്കുന്ന തീരുമാനം കൈക്കൊണ്ടത്. 8 വർഷം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കല്ലു രാധികയുടെയും കാമുകന്റെയും വിവാഹം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊടുക്കുകയായിരുന്നു ചെയ്തത്. മക്കൾ 2 പേരെയും ഭാര്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറാവാത്ത കല്ലു താൻ അവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന നിലപാട് കൂടി എടുക്കുകയുണ്ടായി. വിവാഹത്തിന് സാക്ഷിയാവാൻ കല്ലുവിനൊപ്പം 2 മക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നം നാട്ടുകൂട്ടത്തിന് മുന്നിലും എത്തിയിരുന്നു. ഇവിടെയും കാമുകനൊപ്പം ജീവിക്കണമെന്ന നിലപാടാണ് രാധിക സ്വീകരിച്ചത്. തുടർന്ന് വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള നടപടികൾ കോടതി മുഖേന കല്ലുവും രാധികയും പൂർത്തിയാക്കി. തുടർന്നായിരുന്നു ഗ്രാമീണരെല്ലാം പങ്കെടുത്ത വിവാഹ ചടങ്ങും നടന്നത്. ഭാര്യയെയോ അവരുടെ കാമുകനെയോ കൊലപ്പെടുത്തി ജയിലിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം സമാധാനത്തോടെ മക്കൾക്കൊപ്പം ജീവിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട കല്ലുവിനെ പ്രശംസിക്കാനും നാട്ടുകാർ തയ്യാറായി.